ജൈവ മേഖലയിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുന്നതിന് എല്ലാവിധ സഹായവും രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് നൽകുമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഹർഷവർദ്ധൻ പറഞ്ഞു. തിരുവനന്തപുരം പൂജപ്പുരയിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന ദശകത്തിൽ ഏറ്റവും പഠന സാധ്യതയുള്ളവയാണ് ഇത്. ഗവേഷകർക്ക് പ്രോത്സാഹനം നൽകി കൂടുതൽ ജൈവ വൈവിധ്യ ശേഖരമുള്ള മേഖലയെ പുഷ്ടിപ്പെടുത്തണമെന്നും ഹർഷവർദ്ധൻ ആവശ്യപ്പെട്ടു. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം നോക്കിക്കണ്ടു. ജീവനക്കാരുമായി സൗഹൃദം പങ്കുവച്ചു. ശശി തരൂർ MP, ഡയറക്ടർ ഡോക്ടർ M. രാധാകൃഷ്ണപിള്ള എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ നേട്ടങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കാൻ ശാസ്ത്രജ്ഞന്മാർ പുതിയ മാർഗങ്ങൾ കണ്ടെത്തണമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഹർഷവർദ്ധൻ അഭിപ്രായപ്പെട്ടു. തിരുവനന്തപുരത്ത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനോടനുബന്ധിച്ചുള്ള MS വല്യത്താൻ മെഡിക്കൽ ഡിവൈസസ് എഞ്ചിനീയറിംഗ് ബ്ലോക്കിന്റെയും ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ ഫോർ മെഡിക്കൽ ഡിവൈസസിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. All his assets, all his wealth to Lord Vishnu and become, you can say, not the owner but the das of Lord Vishnu to protect the property and his assets, and then to one day hand over everything to an institution for the benefit and for serving the mankind for all times to come. ചടങ്ങിൽ MS വല്യത്താനെ കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ പൊന്നാടയണിച്ച് ആദരിച്ചു. ചടങ്ങിൽ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് KM ചന്ദ്രശേഖർ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ MS വല്യത്താൻ, ശശി തരൂർ MP, KSIDC ചെയർമാൻ TKA നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു.